കണ്ണൂരിൽ പോലീസ് ജീപ്പ് മോഷണം പോയി. കണ്ണൂർ സൈബർ സെല്ലിന്റെ ജീപ്പാണ് ഇന്ന് പുലർച്ചെ 12:45 മോഷണം പോയത്. അധികം വൈകും മുമ്പ് ജീപ്പ് കണ്ടെത്തി മോഷ്ടാവിനെ പിടികൂടി. CK വിജയൻ വിവരങ്ങളുമായി. CK, ഈ പോലീസ് ജീപ്പ് അടിച്ചുകൊണ്ടുപോയ ബിരുദൻ ആരാണ്? അത് തൃശ്ശൂർ സ്വദേശിയായ ഒരു ഹംസത്ത് എന്ന് പേരുള്ള ആളാണ്. തൃശ്ശൂർ തൊഴിയൂർ വടക്കേക്കാട് സ്വദേശിയാണ് അദ്ദേഹം. ഇന്ന് പുലർച്ചെ എന്ന് തന്നെ പറയാം. അതായത് 12:45 കൂടിയാണ് ഈ സൈബർ സെല്ലിൻ്റെ കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പ് മോഷണം പോകുന്നത്. ജീപ്പിൻ്റെ കീ അതിൻ്റെ ഹോൾഡറിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ജീപ്പ് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി കണ്ണൂർ ടൗണിൻ്റെ മറ്റൊരു ഭാഗത്ത് വെച്ച് അതവിടെ നിർത്തിയിട്ട നിലയിൽ പിന്നീട് കാണുകയും അതിനകത്ത് ഈ ഹംസത്തിനെ കാണുകയും ചെയ്തതോടുകൂടി നാട്ടുകാർക്കൊരു സംശയം തോന്നി, ഇയാൾക്കൊരു പോലീസ് ലുക്കില്ലല്ലോ എന്നൊക്കെ. അങ്ങനെയാണ് അത് പിന്നീട് അന്വേഷണം നടക്കുകയും പോലീസിൻ്റെ ജീപ്പ് മോഷണം പോയതായി മനസ്സിലാക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ഈ ഹംസത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രസകരമായ ഒരു കാര്യമാണ് സൈബർ സെല്ലിൻ്റെ ജീപ്പ്, പോലീസിൻ്റെ ജീപ്പ് മോഷണം പോയി എന്നുള്ളത്. അതിൽ CK, ഈ ഹംസത്ത് ഇത് പോലീസ് ജീപ്പ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് എടുത്താണോ അതോ ഒരു ബൊലേറോ കണ്ടപ്പോൾ എടുത്തു പിന്നെ നോക്കുമ്പോൾ പോലീസ് ബോർഡ് മുമ്പിൽ എന്നാണോ? അല്ല, ഇത് കണ്ണൂർ നഗരത്തിനകത്ത് തന്നെയുള്ള പോലീസിന്റെ കോമ്പൗണ്ടാണ്. നമുക്ക് അറിയാം, കണ്ണൂർ താവക്കര ഭാഗത്ത് നിന്ന് അതിൻ്റെ അകത്ത് പഴയ CI ഓഫീസിന് ഇപ്പുറത്താണ് ഇപ്പോൾ ഈ സൈബർ സെല്ലിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അത് വലിയ രീതിയിൽ ബോർഡുണ്ട്. ആ ഏരിയ മുഴുവൻ പോലീസിൻ്റെതാണ്. ഇപ്പുറത്ത് DIGയുടെ ഓഫീസാണ്. അതിന് വലതുഭാഗത്ത് പോലീസിന്റെ ഓഫീസുകളാണ്, പോലീസിൻ്റെ സഭാ ഹാളാണ്, പഴയ പോലീസ് ഓഫീസാണ്. അതിന് തൊട്ടപ്പുറത്ത് ടൗൺ പോലീസ് സ്റ്റേഷനാണ്, അതിൻ്റെ അപ്പുറത്ത് കമ്മീഷണർ ഓഫീസാണ്. ആ മേഖല മുഴുവൻ പോലീസിൻ്റെ കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് കയറിയത്. എനിക്ക് തോന്നുന്നില്ല അറിയാതെ എടുത്തതാണെന്ന്. പോലീസിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറി എടുത്തു എന്ന് തന്നെയാണ് FIRലും മറ്റുള്ളത്.